കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സ്കൂൾ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അക്രമങ്ങൾ വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ സമ്മേളിക്കുമ്പോൾ സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ സജീവമായിട്ടിരിക്കുന്ന വിവാദ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമ സംഭവങ്ങളാണ്. അതിന്ന് അടിയന്തര പ്രമേയമായി നിയമസഭ പുനരാരംഭിക്കുമ്പോൾ ആ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി അത് ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അതിൽ ഏറ്റവും പ്രധാനം കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ലഹരി ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കുന്നത്. സംസ്ഥാനത്തെ യുവാക്കളും അതേപോലെ തന്നെ സ്കൂൾ കുട്ടികളും നടത്തുന്ന അക്രമ സംഭവങ്ങൾ, ക്രൂരമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്ത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമായി മാറി. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷ ആവശ്യം. രമേശ് ചെന്നിത്തലയായിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരം അതിന്ന് പ്രതിപക്ഷവും അതേപോലെ തന്നെ ഭരണപക്ഷവും നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ്, ഈ സ്വകാര്യ സർവകലാശാല ബിൽ ഉൾപ്പെടെ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി ഷഫീദ്. ഉന്മേഷ്, രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളും ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് സർവകലാശാല നിയമ ഭേദഗതി ബില്ലും അതേപോലെ തന്നെ മറ്റൊന്ന് ഈ സ്വകാര്യ സർവകലാശാല ബില്ലുമാണ്. ഈ വിവാദങ്ങൾക്കിടെയാണ് സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് ഈ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കാനാണ് സർക്കാരിന്റെ നീക്കം. സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനത്തിന് അനുമതി നൽകുന്ന ബില്ലാണ് ഒടുവിൽ സഭയിലെത്തുന്നത്. ഇടതുമുന്നണിയിൽ എതിർപ്പ് മറികടന്നാണ് ബില്ല് അവതരണം എന്നുള്ളതും പ്രത്യേകതയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിസിറ്ററാക്കണമെന്ന കണ്ട നിർദ്ദേശം മാറ്റിയതോടെ സിപിഐയുടെ പ്രതിഷേധം തീർന്നിരുന്നു. അതേസമയം SFI പഴയ സമരം മറന്നപ്പോൾ ASF എതിർപ്പിന്റെ പാതയിലാണ്. ഇന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ASF നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ സർവകലാശാല ഭേദഗതി ബില്ലാണ്. അവസാന നിമിഷം വരെ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് അനിശ്ചിതത്വം തുടർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ബില്ല് നിയമസഭയിൽ വരുന്നത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം രാജ്ഭവനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ രണ്ട് ബില്ലുകളും നിയമസഭയിലേക്ക് എത്തുന്നത്. ശരി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.